ഹായ് ഹലോ, ഞാൻ പിന്നെയും വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ടാണ്. ബിഗ് ബോസിൽ കൂട്ടത്തല്ല് കാരണം ഉറക്കം, തലവേദന. ആരുടെ തലവേദന? നമ്മുടെ രേണു സുധിക്ക് തലവേദനയാണ്. രേണു സുധിക്ക് തലവേദനയായിട്ട് രേണു സുധി കടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ അനീഷിനോട് ഇൻഫോം ചെയ്തിരുന്നു. അനീഷാണല്ലോ ക്യാപ്റ്റൻ. അനീഷിനോട് ഇൻഫോം ചെയ്തു, എനിക്ക് തലവേദനയാണ്, ടാബ്ലറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ആള് കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഷാനവാസ്, നമ്മുടെ രുദ്രൻ, ഷാനവാസിനും തലവേദന. പക്ഷേ അനീഷ് ഷാനവാസിന്റെ തലവേദന അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം അനീഷിനോട് പറഞ്ഞിട്ടില്ല. അപ്പം തമ്മിൽ പ്രശ്നമായി. ബാക്കിയുള്ള അപ്പാനി അടക്കമുള്ള എല്ലാവരും ചോദിക്കുന്നു, എന്താ ഷാനവാസിന്റെ നീ അംഗീകരിക്കാത്തതെന്ന് ചോദിച്ചു. തമ്മിൽ ഭയങ്കര തർക്കം. അപ്പൊ നമ്മുടെ രേണു സുധി വന്ന് പറയുന്നുണ്ട്, എനിക്ക് തലവേദനയുണ്ട്, ഉണ്ട് എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. അതൊക്കെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഇഷ്യൂ. പക്ഷേ ഇപ്പൊ ഇവിടെ നടക്കുന്നതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനിടയ്ക്ക് നമ്മുടെ ഷാരികയാണെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസ് ഇല്ലേ, അവരോടൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനത്തെ അങ്ങനെ ആവുന്നതിനെ കുറിച്ച് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതൊരു ബുദ്ധിപൂർവ്വമുള്ള ഗെയിം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ള ആൾക്കാരിൽ ലെസ്ബിയൻ അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാരുടെ വോട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് സംസാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരി അങ്ങനത്തെ അതിനെക്കുറിച്ചൊക്കെ വളരെ വാചാലയാകുന്നുണ്ട്. ഇവിടെ അതിലൊക്കെ പണ്ടത്തെ ലക്ഷറി ബഡ്ജറ്റ് ഇവർക്കുണ്ടല്ലോ, റേഷൻ, നോർമൽ റേഷൻ കൂടാതെ ഇവർക്ക് ലക്ഷറി സാധനങ്ങളൊക്കെ ലഭിക്കലുണ്ട്. ചിക്കന്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇറച്ചിയൊക്കെ കിട്ടുന്ന അങ്ങനെയായിരുന്നു. കോഫി, മിൽക്ക് അതൊക്കെ കൊടുക്കുന്ന അങ്ങനെയായിരുന്നു. ഈ പ്രാവശ്യം അതില്ല. ശരിക്കും പാടുപെടും കേട്ടോ. ലക്ഷറി ബഡ്ജറ്റ് ഇല്ലാത്തടത്തോളം തീർച്ചയായിട്ടും പാടുപെടും. കാര്യം എന്ന് വെച്ചാൽ നല്ല ഭക്ഷണം കിട്ടാതെ ഭ്രാന്ത് പിടിക്കും. 2, ഇവരുടെ മിനിമം വേണമല്ലോ നമ്മുടെ വസ്ത്രം. അതെല്ലാം അവിടെ പണിപ്പുരക്കകത്തിരിക്കുക. പണിപ്പുര എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അവിടെ ഇരിക്കുകയാണ്. ഇവര് ടാസ്ക് വിൻ ചെയ്താൽ മാത്രമേ ഇവർക്ക് അതൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച്, അവരുടെ വസ്ത്രങ്ങളൊന്നും കിട്ടാതുള്ള ഒരു ഇറിറ്റേഷൻ, അസ്വസ്ഥത എത്ര വലുതായിരിക്കും നിങ്ങൾ ആലോചിച്ച്. പെണ്ണുങ്ങളെ മേക്കപ്പ് സാധനം കിട്ടത്തില്ല, ഓർണമെന്റ്സ് കിട്ടത്തില്ല, വസ്ത്രം കിട്ടത്തില്ല, എല്ലാവർക്കും അത് തന്നെ. അപ്പോൾ ലക്ഷറി ബഡ്ജറ്റിൽ ഇവർക്കൊരു പോയിന്റ്, ഇപ്പൊ ചിലപ്പോൾ ഒരു 500 പോയിന്റ്, 1000 പോയിന്റ് എന്നൊക്കെ ആയിരിക്കും ഈ ലക്ഷറി ബഡ്ജറ്റ് കിട്ടുമല്ലോ. അതിൽ നിന്ന് ഇത്ര സമയത്തിനുള്ളിൽ ഇവർക്ക് ഒന്നെങ്കിൽ മറ്റേ സാധനം എടുക്കാം, സാധനവും അതിന്റെ കൂടെ ഇവരുടെ ഡ്രസ്സും എടുക്കാം. അപ്പൊ അത് ഇത്ര സമയമുണ്ട്, ഇത്ര ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഒട്ടും ഈസി അല്ല. നല്ല ഭക്ഷണവും മര്യാദയ്ക്ക് ഡ്രസ്സ് മാറാനുള്ള എങ്കിൽ ഇവരൊക്കെ ഇറിറ്റേറ്റഡ് ആവും, അസ്വസ്ഥരാവും. അപ്പൊ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയതായിട്ട് പുറത്തേക്ക് വരും. കൺട്രോൾ തുടർന്നുള്ള ദിവസങ്ങൾ അതൊക്കെ തന്നെയായിരിക്കും. പിന്നെ എല്ലാവരും ഒരുമാതിരി തണുത്ത മട്ടിൽ കുറച്ച് പേര്. ഇപ്പൊ അപ്പാനിയൊന്നും ഗെയിം തുടങ്ങിയിട്ടില്ല. അവസാനം നോക്കി ഇന്ന് ബാക്കിയുള്ളവർ തട്ടി ദൂരെ കളയുമെന്ന് തമ്പുരാനറിയാം. പിന്നെ എന്താണ്, നമ്മുടെ ശൈത്യ സേഫ് ഗെയിമാണ് കളിക്കുന്നത്. ശൈത്യ ഇവിടെ പ്രശ്നങ്ങൾ നടക്കും. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ, എന്താ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളുടെ ആൾക്കാരാണെങ്കിൽ കൂടിയും നമുക്ക് ഗെയിമിനകത്ത് നല്ല രീതിയിൽ ഗെയിം പെർഫോം